അഭിപ്രായാന്തരങ്ങൾ പരിഹരിക്കേണ്ടതെങ്ങനെ എന്ന വിഷയത്തെ ആസ്പദിച്ച് സംസാരിക്കുവാൻ സമാദരണീയനായ പണ്ഡിതനും വാഗ്മിയും KV അബ്ദുൽ ലത്തീഫ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസല്ലി വ ഉസല്ലിമു അഫ്ളല സ്വലാത്ത് വ അസ്ക സലാം വ തമ്മ തസ്ലീം അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. സ്നേഹം നിറഞ്ഞ വേദിയിലുള്ള പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, അഭിപ്രായ ഭിന്നതകൾ ഇന്ന് സുലഭമാണ്. അതിൽ മത്സരിക്കുകയാണിപ്പോൾ. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച അബ്ദുസ്സമദ് സുല്ലമി വിശദീകരിച്ചതുപോലെ സംഘടന അനിവാര്യമാണ്. എന്നാൽ ഇന്ന് ഓരോ വ്യക്തിയും ഒരു സംഘടനയാണ്. അതപ്പോൾ വലിയ പ്രശ്നം. ഓരോരുത്തരും ഇപ്പോൾ ഇരിക്കുന്നതൊക്കെ പ്രസിഡന്റുകളായിരിക്കും. എന്തിൻ്റെയെങ്കിലും ഒന്ന് വെറുതെ വണ്ടി ഓട്ടിപ്പോയാൽ അതിനൊരു പ്രസിഡന്റാണ്. റോട്ടിൽ കൂടെ വെറുതെ ഒരു വണ്ടി ഓട്ടിപ്പോയാൽ അതിനൊരു പ്രസിഡന്റ്, സെക്രട്ടറി. നടന്നു പോകുന്നവർക്ക് വേറെ, രാവിലെ നടക്കുന്നവർക്ക് വേറെ, വൈകുന്നേരം നടക്കുന്നവർക്ക് വേറെ. ഇങ്ങനെ സംഘടനയുടെ ഒരു പെരുമഴ കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയിൽ ഓരോരുത്തർക്കും സ്വാർത്ഥ താല്പര്യങ്ങളുമുണ്ട്. ഈ സ്വാർത്ഥ താല്പര്യങ്ങളുള്ള സംഘടനകളാണ് ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞത്. അവിടെ അഭിപ്രായ അനൈക്യങ്ങൾ വരും. എന്നാൽ അഭിപ്രായ അനൈക്യം സ്വാഭാവികമാണ്. ബുദ്ധിയുള്ള ഒരു സമൂഹത്തിൽ കേഡറ്റ് സ്വഭാവമില്ലാത്ത സംഘടനയിൽ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. കേഡറ്റ് സ്വഭാവമാകുമ്പോൾ നേതൃത്വം പറയുക, അനുയായികൾ അതനുസരിച്ച് ജീവിക്കുക. അതിന് യാതൊരു മാറ്റവും വരാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനം അതല്ല. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാം സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം കൂടി എങ്ങനെ പരിഹരിക്കണം എന്നുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും മധ്യസ്ഥന്മാരിറങ്ങിയിട്ട് തീരുമാനമെടുക്കുക. പല അഭിപ്രായ വ്യത്യാസം വ്യക്തികൾ തമ്മിലാവുമ്പോൾ, ദീനിൻ്റെ കാര്യങ്ങളല്ലാതിരിക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാം? അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ, ഭൗതിക വിഷയങ്ങളിൽ വിശ്വാസികൾക്കിടയിൽ തർക്കമുണ്ടായാൽ മധ്യസ്ഥന്മാരിറങ്ങി തീർപ്പ് കൽപ്പിക്കുവാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു പരിഹാരം അതാണ്. അത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, വിശ്വാസികൾ പരസ്പരം ഏകോദര സഹോദരന്മാരാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കിടയിൽ മധ്യസ്ഥന്മാരായി നിങ്ങൾ ഇറങ്ങി അത് തീർക്കേണ്ടതാണ്. വത്തഖുല്ലാഹ്, അത് തീർക്കുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അസബിയത്തുണ്ടാവാത്ത വിധം ചെയ്യണം, പക്ഷപാതിത്വമില്ലാത്ത വിധം ചെയ്യണം, നീതിപൂർവം ചെയ്യണം. ലഅല്ലക്കും തുർഹമൂൻ, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. രണ്ടാളുകൾ തമ്മിൽ പിണങ്ങുമ്പോൾ സാധാരണ നമ്മൾ ആ അകലം കൂട്ടാനുള്ള പ്രവർത്തനത്തിലാണ് മുസ്ലിങ്ങൾ, എല്ലാ മനുഷ്യർ മുഴുവനുള്ളത്. എവിടെയാണോ പ്രശ്നമുള്ളത് ആ പ്രശ്നം എങ്ങനെയെങ്കിലും ഊതി വീർപ്പിച്ച് അതൊരു പ്രശ്നമാക്കി മാറ്റി അതിനു വേണ്ടി ഓടി നടക്കുന്ന ആളുകളുണ്ട്. ഓൽ പരിഹാരക്കാരല്ല, ഒരു മധ്യസ്ഥന്മാരുമല്ല. അവസാനം അതിൽ നിന്ന് അവരൊരു സ്ഥാനം സ്വീകരിക്കുകയും അവർ ജനങ്ങളെ അകറ്റി നിർത്തി അവർ വളരെ വലിയ സൽക്കർമ്മം ചെയ്തതായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യും. മുമ്പ് ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാൾ കൊടിയും തൂക്കിൽ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബസ് എത്തിക്കുകയാണ്. അയാൾ വേറൊരാൾ
അയാളുടെ കുടൻ്റെ ഉള്ളിൽ ഇവൻ്റെ കക്ഷം കൊണ്ടുവച്ച്, എന്നിട്ട് ഓൻ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്ന്. ഒരാൾ ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നുണ്ട്, ഒരാൾ ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ബസ് വന്നപ്പോൾ ഇയാൾ കയറാൻ നോക്കുമ്പോൾ മറ്റേ ആൾ പറഞ്ഞു നിൻ്റെതാ കൊട. അപ്പം യഥാർത്ഥ കുടൻ്റെ അവകാശി പറഞ്ഞു ഞാൻ കുറേ നേരമായി ഞാൻ ബസ് കത്തിക്കുക, ഞാനും അങ്ങനെ തന്നെ, ഞാൻ എൻ്റെ കക്ഷത്തിൽ വെച്ചത്. അപ്പം കക്ഷത്തിലാണ് പ്രശ്നം. അഭിപ്രായ വ്യത്യാസം ഇപ്പം കക്ഷത്തിലാണോ കൊടയിലാണോ? ഇല്ല, കൊടയിലാണ്. പക്ഷെ അഭിപ്രായ വ്യത്യാസം തീർക്കാൻ വേണ്ടി ഒരാൾ വന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിൻ്റെ കക്ഷത്തിലാണ് കൊട, ഞാൻ പറയുന്നു എൻ്റെ കക്ഷത്തിലാണ്. അതല്ലേ പ്രശ്നം? രണ്ടാളോടും കക്ഷത്തിൽ കൈയെടുക്കാൻ പറഞ്ഞു. കൊട എടുത്ത് മൂപ്പര് കക്ഷത്തിൽ വെച്ചു. എന്നിട്ട് മൂപ്പര് വെച്ചു പാര കക്ഷത്തിലാണ് കൊട, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാക്കും പോകാം. ഇത്തരം മധ്യസ്ഥങ്ങളല്ല, നീതിപൂർവമായ ഒരു മധ്യസ്ഥ ശ്രമം നടത്തണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. തർക്കങ്ങൾ തീർക്കുവാൻ വേണ്ടി നന്മയുദ്ദേശിച്ചുകൊണ്ട് ചിലപ്പം വേണമെങ്കിൽ രണ്ടാളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ വേണമെങ്കിൽ ഒന്ന് ചെറിയ കളവൊക്കെ പറയാം. ആർക്ക്? മധ്യസ്ഥൻക്ക് കേട്ടോ. രണ്ടാൾ തമ്മിൽ തെറ്റിയാൽ പിന്നെ പലപ്പോഴും പല ആളുകളും നിഫാഖിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കും, അല്ലേ? എന്താ നിഫാഖിൻ്റെ ശബ്ദം? ഇതാ ഹാസമ ഫജറ. തെറ്റിയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സംസാരത്തിന് നീതിയുടെയോ നന്മയുടെയോ ഒരു ഗുണവുമില്ലാത്ത സംസാരങ്ങൾ പുറത്തേക്ക് വരും, അല്ലേ? അത്തരം സംസാരങ്ങളെ പാർവതീകരിക്കാതെ അതിനെ വളരെ ലഘൂകരിച്ച് അത് ചിലപ്പം ഒന്ന് മാറ്റിപ്പറഞ്ഞ് പറഞ്ഞ ശബ്ദത്തെ മാറ്റിപ്പറഞ്ഞ് ഒക്കെ ചെയ്യാം. ഒരു പഞ്ചായത്ത് വേണ്ടി ചെയ്യാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ കദ്ദാബ് അല്ലദീ യുസ്ലിഹു ബൈനന്നാസ് ഫയൻമി ഖൈറ. നന്മ വളർത്തുവാൻ വേണ്ടി മധ്യസ്ഥനായി ഇറങ്ങുന്ന, ജനങ്ങൾക്കിടയിൽ മധ്യസ്ഥനായി ഇറങ്ങുന്ന വ്യക്തി അല്പം കളവ് പറഞ്ഞാൽ അത് കളവാവുകയില്ല. പാക മുസ്ലിങ്ങൾക്ക് കളവ് പറയാൻ പറ്റിയൊരു സന്ദർഭം അത് കേട്ടോ. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ചില കളവൊക്കെ പറയാം. ഞാൻ കളവ് പറയാൻ പഠിപ്പിക്കല്ല കേട്ടോ, കളവ് എപ്പോൾ പറയാമെന്ന് പഠിപ്പിക്കല്ല. കളവ് പറഞ്ഞ ചില ആൾക്കാർ സത്യം പറയുമെന്ന് പറഞ്ഞിട്ട് ഇത്തരം സാഹചര്യത്തിൽ മറ്റോൻ പറഞ്ഞ അതേ ശബ്ദത്തിൽ ചില ആൾക്കാർ പറയും എനിക്ക് ഓനെ എൻ്റെ മുഖത്തേക്ക് കൊണ്ടിരണ്ട, ഞാൻ അടിച്ചിട്ട് പീസായി കളയും എന്നാൽ. അപ്പം മറ്റേ ഞാൻ സത്യമേ പറയുള്ളൂ. മധ്യസ്ഥ ഓനെന്താ പറഞ്ഞറിയോ, എൻ്റെ അടിച്ചിട്ട് എൻ്റെ മോന്തൻ്റെ ഷേപ്പ് മാറ്റും. മൂപ്പര് രണ്ടക്ഷരം കൂട്ടിയാൽ പറയാം. അപ്പം ഇവർ ലേശം കൂടി അകലം കൂടി അതിലേക്കാണ് മൂപ്പര് കയറുക. ആ നിലക്കുള്ള മധ്യസ്ഥ ശ്രമം നടത്തുന്നത് ഇസ്ലാമികമല്ല. അഭിപ്രായ ഭിന്നത തീർക്കേണ്ടത് ഭൗതികമായ വിഷയങ്ങളിലാണെങ്കിൽ അങ്ങനെ നമുക്ക് തീർക്കാം. അല്പം കളവുകൾ പറയാം. ഇപ്പോൾ ഭാര്യയോട് കളവ് പറയാ പറഞ്ഞാൽ അപ്പം എന്താ, ഒരു 100 റുപ്യക്ക് ഒരു സാധനം വാങ്ങി, ബില്ലിൽ 100 റുപ്യ ഉള്ളൂ, നിങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു 0 കയറ്റി 1000 ആക്കി. ഒരു കുഴപ്പമില്ല. 900 വാങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമാട്ടോ, ഓളോട് 900 വാങ്ങുന്നുണ്ടെങ്കിൽ. നേരെ മറിച്ചത് 1000ൻ്റെ ബില്ലടുത്ത് പോക്കറ്റ് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു കൊടുത്തു. അവൾക്ക് സന്തോഷമായി, നിങ്ങൾക്കും സന്തോഷമായി, അന്നത്തെ ദിവസവും സുഖമായി. സ്വാഭാവികം മാത്രമാണ്. നേരെ മറിച്ച് നമ്മൾ 100 റുപ്യക്ക് വാങ്ങി 100 റുപ്യൻ്റെ ഇതായിട്ട് കൊണ്ട് ചെന്നു, 100 റുപ്യ ആയിട്ടുള്ളൂ, എനിക്ക് എത്ര ചീപ്പായിട്ട് കിട്ടിയതാണെന്നുള്ള സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇട്ടോളി അറിയും, എനിക്ക് വേണ്ട. 1000 റുപ്യൻ്റെ ആണെങ്കിൽ വല്ലാത്തൊരു മുത്ത് തന്നെയാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു മുത്തും തരും. അപ്പം ഇത് രണ്ടും ഫ്രീ ആയി. 0-ത്തിനാണെങ്കിൽ ഇസ്ലാമിൽ നാട്ടിൽ ഒഴുടി ബലല്യാനോ കൂട്ടിയ 0-ത്തിനെ. അപ്പം എന്ത് മനസ്സിലായി? രണ്ടാൾക്കിടയ്ക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ തീർക്കാൻ മധ്യസ്ഥന്മാർ ഇറങ്ങാം. എന്നാൽ അത് മതരംഗത്താണെങ്കിലോ എങ്ങനെയാ തീർക്കേണ്ടത് നോക്കാം. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. വ ഉലുൽ അംരി മിൻകും, നിങ്ങളിലുള്ള നേതൃത്വത്തെയും, അള്ളാഹുവിനെയും റസൂലിനെയും നേതൃത്വത്തെയും അനുസരിക്കുക. ഈ അനുസരിച്ച് അങ്ങനെ പോണയിലിടയിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമുക്കറിയാം ഇസ്ലാമിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വലിയ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള ആളുകൾ തമ്മിൽ കാണുമ്പോൾ ഒരിക്കലും ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറിയിരുന്നില്ല. നമുക്കറിയാം മുസ്ലിം ലോകം സങ്കടത്തോടെ ദുഃഖത്തോടെ കാണുന്ന ഒരു സന്ദർഭമായിരുന്നു ജമൽ യുദ്ധം, അല്ലേ?
ജമൽ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, പ്രശ്നങ്ങൾ കാരണവും നിങ്ങൾക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു വിഘടിതമായ അഭിപ്രായങ്ങളിലേക്ക് കടന്നത്, അല്ലേ? ഒരു യുദ്ധം വരെ എത്തിയ വിഷയം. അറബികളെ സംബന്ധിച്ചോളം പൊതുവെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അറബികൾ യുദ്ധം ചെയ്യുന്ന പതിവാണ്. ഇതൊരു യുദ്ധത്തിലേക്ക് എത്തി. ആരാ രണ്ട് ഭാഗത്തുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണയിൽ വളർന്നു വന്ന സ്വന്തം സഹോദരപുത്രൻ അലി റളിയല്ലാഹു അൻഹു, അല്ലേ? ഒരു ഭാഗത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അബൂ തൽഹ യുദ്ധം കഴിഞ്ഞ് യുദ്ധ സന്ദർഭങ്ങളിൽ നിന്ന് നടന്ന് യാത്ര പോകുന്നതിനിടയിൽ ഒരു ദിവസം തീ തുപ്പുന്ന മരുഭൂമിയിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അബൂ തൽഹ താഴെ വീട് കിടക്കുന്നു. രംഗം അലി റളിയല്ലാഹു അൻഹു കാണുന്നു, ഇറങ്ങുന്നു. ഫമസഹ വജ്ഹു അൽ-തുറാബ്, മണ്ണ് മുഖത്ത് നീക്കിക്കൊടുക്കുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ട് ഇവര് തമ്മിൽ, കണ്ടോ? ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അവർ പരസ്പരം അങ്ങേയറ്റത്തെ വ്യക്തിവൈരാഗ്യം വെച്ച് പുലർത്തുന്നില്ല. അവിടെയാണ് നാം കാണേണ്ടത്. അദ്ദേഹത്തിന്റെ മകൻ ഒരു ദിവസം അലി അല്ലാഹുവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ മർഹബ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ഓതിക്കൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ച് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബനം ചാർത്തിക്കൊണ്ട്, ഞാനും എൻ്റെ പിതാവും തമ്മിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പടച്ചതമ്പുരാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹൃദയത്തിലുള്ള പകയും വിദ്വേഷവും മാറ്റി നിർത്തി, അകറ്റി മാറ്റി പടച്ചതമ്പുരാൻ നാളെ പരലോകത്ത് നിന്റെ ഉപ്പയെയും എന്നെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം മാനസികമായി ധാർമ്മികമായ സംസ്കാരമുള്ളവരായിരുന്നു അവർ. നമ്മളതല്ല. നമ്മൾ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നേ, പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നറിയില്ല. വല്ലാത്ത ആ സഹാബത്തിന്റെ സംസ്കാരമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. അഭിപ്രായ വ്യത്യാസത്തിന്റെ പരിഹാരം അതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകും, മനുഷ്യരിലെ ഉണ്ടാകും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ പരസ്പരം ഒരു തർക്കത്തിൽ, ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ നിങ്ങൾ ആ വിഷയത്തെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക് മടക്കുക, പ്രവാചകന്റെ ചര്യയിലേക്ക് മടക്കുക. എന്നിട്ടോ ഖുർആൻ പറയുന്നു, അത് പറഞ്ഞതിന് ശേഷം ഈ രണ്ട് മാർഗമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരമായി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചത്. അതിൽ നിന്നാണ് നിങ്ങൾ പരിഹാരം കാണേണ്ടത്. ഇത് തന്നെയാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇജ്അലിൽ കിതാബ വസ്സുന്നത അമാമക് ഫൻദുർ ഫീഹിമാ ബിതദബ്ബുരിൻ വഇതിബാർ വലാ തഗ്തർ ബിൽ ഖാലി വൽ ഖീലി വൽ ഹളർ. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുകയാണ്, ഇജ്അലിൽ കിതാബ വസ്സുന്നത അമാമക, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിന്റെ മുമ്പിൽ നീ വെക്കണം. എന്നിട്ട് ആ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തും ഫൻദുർ ഫീഹിമാ ബിതദബ്ബുരിൻ വഇതിബാർ, വളരെ ശ്രദ്ധ കൊടുത്ത് ബുദ്ധി കൊടുത്ത് ആ ഖുർആനെയും ഹദീസിനെയും പഠിച്ചെടുക്കുക. വഅമൽ ബിഹിമാ, അവ രണ്ടും കൊണ്ട് അമൽ ചെയ്യുക. ലോകത്തെല്ലാവരും പറഞ്ഞതാണ്. അമാലുകൾ ചെയ്യുമ്പോൾ അത് വിശുദ്ധ ഖുർആനിലുള്ളതാണോ തിരുസുന്നത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കുക. അത് പരിശോധിക്കേണ്ട ബാധ്യത അല്ലാഹു ഏൽപ്പിച്ചത് വിശ്വാസികളെയാണ്. അത് ഏൽപ്പിച്ച വിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങളൊരു സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമാകാനല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മണ്ഡലത്തിൻ്റെയോ ജില്ലയുടെയോ പ്രസിഡന്റോ സെക്രട്ടറി ആവാനല്ല, ഏതെങ്കിലും നേതൃനിരയിലേക്ക് വരാനല്ല. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങൾ കാണേണ്ടത് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടക്കിക്കൊണ്ടായിരിക്കണം. ഏത് പ്രശ്നവും, എന്ത് പ്രശ്നം ഉണ്ടായാലും. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ചെറിയ പ്രശ്നം, അത് ഊതി വീർപ്പിച്ചതൊക്കെ വലുതായി. കാരണം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ഏറ്റവും അതിശക്തമായ
ഇസ്ലാമിൻ്റെ അഖീദ, ഇസ്ലാമിൻ്റെ അടിത്തറ, ഉസൂലുദ്ദീൻ, ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ അഖീദയാണ്. ആ അഖീദ എപ്പോൾ പറയണം, എങ്ങനെ പറയണം, ഏത് സ്ഥലത്ത് പറയണം, എല്ലാവരോടും പറയണോ, മുഴുവൻ ആളോടും പറയണോ, അതോ കുറച്ച് കാലം നമ്മൾ മറ്റ് നന്മകൾ ചെയ്തിട്ട് പറയണോ, ഏതെങ്കിലും ഒരു പാലം ഉണ്ടാക്കിയതിന് ശേഷം പറയണോ? ചർച്ച വന്നതാ. ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്തിട്ടാണോ, കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടാണോ, കണ്ണീരൊപ്പിയിട്ടാണോ തൗഹീദ് പറയേണ്ടത്? അങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചത്? ആണോ? പ്രവാചകൻ പഠിപ്പിച്ച അതാണോ? പ്രവാചകന്റെ സഹാബത്തിന്റെ ജീവിതം അതാണോ? പരിശോധിക്കണം. അപ്പം അതല്ല. അപ്പം അവരോട് പറഞ്ഞു, ഇങ്ങനെയല്ല വേണ്ടത്. മരങ്ങൾ നട്ടോളി, ഒരു വിരോധമില്ല. അതിൽ കള്ളം കട്ടോട്ടെ, നട്ടോർക്ക് കിട്ടും കൂലി, കട്ടോർക്ക് കിട്ടും കൂലി, അല്ലേ? പക്ഷി തിന്നോട്ടെ, പക്ഷി തിന്നാൻ പക്ഷിക്ക് അവസരം ഉണ്ടാക്കി കൊടുത്ത മരം നട്ടാക്കി കൂലിടും. ഇപ്പം എന്തേ നാട്ടിലോടി മരം നടുന്നില്ലവര്? കാരണം ഓൾക്ക് പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയി. ഇനി മരമൊന്നും കണ്ണീരപ്പ കൈ കോർക്കാൻ അധികം വേണ്ട, നമ്മളെ പണി നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഓരോഞ്ഞി കേട്ടോ, സ്വാർത്ഥ താല്പര്യമാണ്. അവിടെയാണ് അഭിപ്രായ ഭിന്നതകൾ തീർക്കാൻ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും 100 പ്രാവശ്യം ഒരുപാട് സന്ദർഭങ്ങളിൽ ദൗറകളുണ്ടായി. ആ ദൗറകളിലൊന്നും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് തിരുത്താൻ തയ്യാറാകുന്നില്ല. പകരം വീണ്ടും വീണ്ടും വ്യക്തിവൈരാഗ്യത്തിലേക്ക് നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അബൂ തൽഹക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലം വീതിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അത് അളക്കുന്ന സന്ദർഭം വന്നൊരു അഭിപ്രായ വ്യത്യാസം വന്നു. അപ്പോൾ ഹദാ ഹല്ലി, ഇതെൻ്റെ ഓഹരിയാണെന്ന് അബൂബക്കർ സിദ്ദീഖും, അല്ല എൻ്റെ ഓഹരിയാണെന്ന് മറ്റാൾ. അതിനിടയിൽ ഒരു വാക്കൊരു കലിമത്ത് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുപോയി. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കലിമത്ത്, ആ കലിമത്ത് എന്താണ് അബൂബക്കർ സിദ്ദീഖ് ഉപയോഗിച്ചത് ഇന്ന് വരെ തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരു കിതാബിലും രേഖപ്പെടുത്തിയില്ല. ആ പദം ഏതാണ് എന്ന് ഒരു കിതാബിലും ഉപയോഗപ്പെടുത്തിയില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, പകരം കിസാസായിട്ടൊരു പ്രതിക്രിയ എന്നുള്ള നിലക്ക് നീ എന്നെ അതേമാതിരിയുള്ളൊരു ചീത്ത വാക്ക് ഉപയോഗിച്ചോളൂ. കഴിയില്ല, എനിക്ക് കഴിയില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് ആരാണ്? അഫ്ളലുർ റജുൽ ബഅദൽ അംബിയാഇ വറുസുൽ, ദൂതന്മാർക്കും അമ്പിയാക്കന്മാർക്കും ശേഷം ലോകത്ത് വന്ന ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയില്ല. വിഷയം റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തി. വിഷയം അങ്ങോട്ട് കൂടി ചർച്ച നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിഷയമെന്ന് അന്വേഷിച്ചു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം? ഒന്നുമില്ല റസൂലെ, ഒരു അതിർത്തിയുടെ പ്രശ്നം വന്നു. അബൂബക്കർ സിദ്ദീഖ് ഒരു വാക്ക് എന്നെ പറഞ്ഞു, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖിനും പിന്നീട് അത് വേദനയായി തോന്നി. എന്നോടത് പറയേണ്ടില്ലായിരുന്നു. അബൂബക്കർ സിദ്ദീഖിനോട് എന്നോട് പറയുന്നു, പകരം പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ല റസൂലെ. റസൂല് പറഞ്ഞു പറയണ്ട, പറയാൻ പാടില്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എനിക്ക് ഞാൻ ഓഹരി വേണ്ട. അദ്ദേഹം കരഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സങ്കടം, ഒരു വാക്ക് ലോകത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് അറിയില്ല ആ വാക്കേതാണെന്ന്. നമ്മളാണെങ്കിലോ ആ വാക്കായിരിക്കും നമ്മളെ ഏറ്റവും വലിയ യൂട്യൂബിലോ തന്നെ ഫേസ്ബുക്കിലോ തന്നെ ആയിരിക്കും, അല്ലേ? ആരെങ്കിലും ആ വാക്ക് എല്ലാവരുടെ മുമ്പിലും ആ വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അവരൊന്നും മുജാഹിദും അല്ല, മുസ്ലിമും അല്ല, ഒന്നുമല്ല. അതൊക്കെ അങ്ങനെ ഒരു കൂട്ടായ്മ, അത്രേ അതിന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് തിരുത്തണം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് നിങ്ങളെക്കാൾ ഉന്നതരായി ഇന്ന് ഈ ഭൂലോകത്തുനിന്ന് ഞാൻ തീർത്ത് പറയുന്നു, ലോകത്തുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ തൗഹീദിന്റെ വിഷയത്തിലായിരുന്നാലും സുന്നത്തിന്റെ വിഷയത്തിലായിരുന്നാലും ഏതെങ്കിലും നിലക്കുള്ള മുആമലാത്തിന്റെ വിഷയത്തിലായിരുന്നാലും നമ്മളെ മറികടക്കാൻ ലോകത്താർക്കും സാധ്യമല്ലാത്ത വിധം ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും. മറക്കരുത് ഉത്തരവാദിത്തം. ഒരുപാട് ഉസ്വത്ത് നമ്മിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരുപാട് മാതൃകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നാം വളരേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് എവിടെയെങ്കിലും തർക്കം വരികയാണെങ്കിൽ ആദ്യം ആ തർക്കം ഖുർആനിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ, ആ ഖുർആനിലേക്ക് മടക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സലഫുകളായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ശരിക്ക് പറഞ്ഞ സലഫി മൻഹജ്.
നമ്മൾ ഒരഭിപ്രായ വ്യത്യാസം വന്നാൽ ഉടനെ അത് ഖുർആനിലേക്ക് മടക്കുന്നു, തിരുസുന്നത്തിലേക്ക് മടക്കുന്നു. കേട്ടാ, ഇനി പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ ഖുർആനിനോടും സഹിയായ ഹദീസിനോടും യോജിക്കുന്ന അക്വാലുകൾ ഉണ്ടെങ്കിൽ അതിലേക്കും നമുക്ക് മടങ്ങാം. ഖുർആനിലും ഹദീസിലും കാണാത്ത വിഷയങ്ങളാണ്. ഇവിടെ അഭിപ്രായ വ്യത്യാസം തീർക്കേണ്ടത് ആരോടാ അള്ളാഹ് പറഞ്ഞത്? അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ തീർക്കേണ്ടത് ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ്. അത് പറഞ്ഞിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നിടത്ത് അള്ളാഹു പറയുന്നു, ദാലിക ഖൈറും വഅഹ്സനു തഅ്വീലാ. അതാണ് വിശ്വാസികളെ ഉത്തമം, അതാണ് ഏറ്റവും നല്ല പര്യവസാനം. പ്രശ്നങ്ങളുടെ പരിഹാരം തീർക്കാൻ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുക. കേട്ടോ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്ത് നിസാ എടുത്ത് പരിശോധിക്കാം നിങ്ങൾക്ക്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുത് കേട്ടോ. അപ്പം തഖ്വയുണ്ടാകാൻ, മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉണർത്തിയ തന്നെ അല്ലാഹു പറയുന്നു, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീആ. ലോകത്തുള്ള മുഴുവൻ മതസംഘടനകളും മനുഷ്യരും മുസ്ലിങ്ങൾ, എല്ലാ മുസ്ലിങ്ങളും വഅ്തസിമൂ ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിൻ്റെ കയർ പാർശ്വം മുറുകെ പിടിക്കുക. വലാ തഫറഖൂ, ആദ്യം എന്താ പറഞ്ഞത്? വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിച്ചു പിരിയരുത്. ഇത് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ, തഖ്വ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ, മുസ്ലിമായി നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനെ നിങ്ങൾ അൽ-ഇഅ്തിസാമു ബി കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീആ. രണ്ടാമത്തത് വലാ തഫറഖൂ, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്. രണ്ട് കൽപ്പന. ഒന്ന്, ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കുക. രണ്ട്, നിങ്ങൾ ഭിന്നിക്കരുത്. എന്താണ് ഹബ്ലുല്ലാഹ്, അള്ളാഹിൻ്റെ പാർശ്വം? മുഫസ്സിറുകൾ ഒരുപാട് വിശദീകരണം നൽകിയിട്ടുണ്ട് ഹബ്ലുല്ലാഹ്ക്ക്. ദീനുല്ലാഹ്, അള്ളാഹിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുക. അഹ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ കരാറിനെ, ഉടമ്പടിയെ നിങ്ങൾ, ഇസ്ലാമാകുന്ന ഉടമ്പടിയെ നിങ്ങൾ മുറുകെ പിടിക്കുക. കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുർആൻ മുറുകെ പിടിക്കുക. അൽ ഖുർആനു ഹബ്ലുല്ലാഹിൽ മംദൂദ് മിനസ് സമാ, ഉപരിലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കിയ വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുക. വഹദത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഐക്യത്തെ മുറുകെ പിടിക്കുക. ഇങ്ങനെ ഒരുപാട് മുഫസ്സിറുകൾ ഒരുപാട് അർത്ഥം പറഞ്ഞ വാക്കാണ് ഹബ്ലുല്ലാഹ്. എല്ലാ അർത്ഥവും ഒന്നിൽ യോജിക്കുന്നു. വിശുദ്ധ ഖുർആനും ഇസ്ലാമിൻ്റെ ദീനിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക. എന്തിനാണ്? നിങ്ങൾ മുത്തഖിയായി മരിക്കാൻ, നിങ്ങൾ മുസ്ലിമായി മരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ വിശുദ്ധ ഖുർആനെ, ഇസ്ലാമിൻ്റെ ദീനിനെ, ഇസ്ലാമിൻ്റെ ഉടമ്പടിയെ, തൗഹീദിനെ നിങ്ങൾ മാറോടെ വെച്ച് പിടിക്കുക. ഭിന്നിക്കരുത്. ഇവിടെയാണ് ഭിന്നിക്കാണ്ടക്കരുത് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ. അവിടെ ഒരു അടിവരട്ടോളി. ജമീഅൻ. ഇത് പറയുന്ന മുജാഹിദുകളല്ല, ഇത് പറയുന്നത് സുന്നികളല്ല, ജമാഅത്തുകാരല്ല, ഖാദിയാനികളല്ല, തബ്ലീഗുകാരല്ല. ആരൊരു പ്രശ്നം മുന്നോട്ട് വെച്ചാലും ഉടനെ ചോദിക്കേണ്ടത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? പ്രശ്നമൊക്കെ തീർന്നു. ഇപ്പം നമ്മൾ ജിന്ന് ഇവിടെ വന്നു, നമ്മൾ ചോദിച്ചു ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? അപ്പോൾ ഒരു ഹദീസ് പറഞ്ഞു. പറയേണ്ട ആവശ്യമില്ലല്ലോ, ഹദീസൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. നമ്മളെ ആളുകൾക്കൊരു ഗുണമുണ്ട്, എന്തൊക്കെ ഇടങ്ങർ പിടിച്ച ഹദീസ് ഉണ്ടായി കാണാൻ പഠിക്കും. ഒരു കൂലിയില്ലാത്തത് എന്തെങ്കിലും കൂലിയിട്ടുണ്ട് അവർ ഹദീസ് ഉണ്ടായി പഠിക്കില്ല. തർക്കം വേണം, അപ്പം തുടങ്ങും. അഗീസൂനി, അഈനൂനി, അതിൻ്റെ ലഫ്ളുകളുടെ ഇഖ്തിലാഫ് ഏറെക്കണ്ട അതൊക്കെ പഠിച്ചു വെക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിച്ച ഹദീസാനോട് ഞാൻ പറയുന്നില്ല. ഉടനെ നമ്മൾ നോക്കി ഹദീസ് സഹിയാണോ? അല്ല, ലൈഫാണ്. ലൈഫായ ഹദീസാണോ നമ്മൾ ഈ പറഞ്ഞ അള്ളാഹു പറഞ്ഞത്? വിശ്വസിച്ചവരെ നിങ്ങൾക്ക് തർക്കം വരികയാണെങ്കിൽ ലൈഫായ ഹദീസിലേക്ക് മടക്കിക്കോളിന്നാ ആണോ? അപ്പോൾ ഒരെന്താ ചെയ്യണ്ടേ? ഈ അഭിപ്രായ വ്യത്യാസം. പിന്നെ ഈ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം അറിയോ? ഇനിയൊരു കാരണമുണ്ട്. ഇത് വെറും ജിന്നല്ല, ഞാൻ എപ്പോഴും പറയുന്ന ജിന്ന് മാത്രമല്ല. ഇതെന്താ കാരണം അറിയുകൾ? ഇപ്പം നേരത്തെ ഇവിടെ
ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവിയെ മർഹൂം അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി പടച്ചതമ്പുരാൻ ഈ ജാമ്യയുടെ മുറ്റത്ത് നിന്ന് നിങ്ങളെല്ലാവരും ആമീൻ പറഞ്ഞാൽ ആരുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുക എന്നറിയില്ല. എവിടെയെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ റഹ്മാനായ തമ്പുരാൻ അദ്ദേഹത്തിന് മാപ്പരലുമാറാകട്ടെ. പ്രാർത്ഥനേൻ്റെ മുഖമുരയോടുകൂടി ഞാൻ പറയുകയാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയും TP അബ്ദുൽ ഖാദർ പ്രസിഡൻറ്റും. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഒരുത്തൻ ജിന്നുകാരൻ്റെ ഇവിടെ തഹസ്സുസ് തുടങ്ങി. ഇവിടെ തന്നെ അത് തുടങ്ങിയത്. അതിൻ്റെ മൻപിത്തൊക്കെ ഇവിടെ തന്നെ, ഇവിടെ അല്ലേ അതിൻ്റെ മൻപിത്ത് ഇവിടെ തന്നെ മുളച്ചത് ഇവിടെ തന്നെ. ഓനെ പിടിച്ച് ഇവിടാക്കി. ഓനൊരു വലിയ താടി, ഒരു സൂട്ട് കേസ്, ഒരു ഡോക്ടറായില്ല പേര് തന്നെ. ഈ ഓനെന്ന് പറയുമ്പോൾ നിങ്ങളേക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞതിനെതിരാണല്ലോ. ഇസ്ലാമിൻ്റെ ശത്രുവിന് അബൂജാഹിലിനെ നമ്മൾ ഓനെന്നാ പറയാ. മനസ്സിലാ? ഇസ്ലാമിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനൈക്യല്ലത്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഒരാൾ അതിനുവേണ്ടി PG എടുത്താണെങ്കിലോ, അതിൻ്റെ ഉസ്അത്താണ് PG ആണ് അയാൾ എടുത്തെങ്കിലോ എടുത്തതാണെന്നാണല്ലോ തോന്നുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറേ സലാഹികളെ കോലത്തിലാക്കി. ഇവിടുന്ന് പോകുന്ന ഒരു സലാഹി പിന്നെ പറയാണ്, ഞാനും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ്, AP സെക്രട്ടറിയാണ്. ആളെ മനസ്സിലായോ? ഒരു രണ്ടാളും ജനറൽ സെക്രട്ടറിയാണ്. നാസർ സുല്ലമി ഒരു തിരുത്ത് തന്നിരിക്കുന്നു. ഞാനും ജനറൽ സെക്രട്ടറിയാണ്, AP അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയാണ്. മനസ്സിലായില്ല? നായിക്കാട്ടും കാട്ടാട്, ആനക്കാട്ടും കാട്ടാണ്. എന്ത് ചെയ്യും? നായിക്കാട്ട ഒന്നിനും കൊള്ളൂല എന്നാ. ആനക്കാട്ട കൊണ്ട് പലതരം ഭൗതിക കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. ചാടിക്കിടക്കുമ്പോൾ ആലോചിക്കണം. വളരെ മോശമായ രൂപത്തിൽ കേട്ടോ. വേറൊരുത്തൻ അവലക്കോയ പറഞ്ഞാലും ശരി, അബ്ദുൽ ഖാദർ പറഞ്ഞാലും ശരി, എന്താ ചെയ്യുക? ആരെയാണ് പറയുന്നത്? ഇവിടെ ഐക്യപ്പെടുകയാണോ ചെയ്യുന്നത്? ആണോ? ഈ നിലക്ക് വളരെ മോശമായ രൂപത്തിലേക്ക് നമ്മുടെ യുവതലമുറ പോകുകയാണ്. അപ്പോഴെയാണ് നമ്മൾ എത്രയോ പ്രാവശ്യം വിളിച്ച് ചെയ്യല്ല 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 എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അവസാനം വരെ വിചാരിച്ച എന്താ അറിയോ, പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആക്കാൻ ഓല് പ്രത്യേകം കുറേ ആൾക്കാരെയൊക്കെ ഉണ്ടാക്കി ശരിയാക്കി ജിന്ന് വർത്താനൊക്കെ റെഡിയാക്കി ഓല് പോയക്കടയിലൊക്കെ വീണ് ഓല് പിന്നെ മരുഭൂമിയിൽ പെട്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു, റസൂലുള്ള ബദറിലേക്ക് ഇറങ്ങുമ്പോൾ 1000ഓളം വരുന്ന ശത്രുക്കൾ അപ്പുറത്ത്, 300 വരുന്ന ആളുകൾ ഇവിടെയും. അന്ന് നബിക്ക് വിളിക്കാൻ വരുന്ന ഒറ്റ വാക്ക് അല്ലേ? ചെയ്തില്ല. എന്താ ചെയ്തത്? ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ അത്യുച്ചത്തിൽ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, ഞാനും എൻ്റെ സഖാക്കളും ഇതാ നടന്ന് കാലുകൾ തേഞ്ഞവരാൻ. ഇന്നഹും ഹുഫാത്ത് ഫഹ്മിലുഹും ഇന്നഹും ഉറാത്ത്. പടച്ചവനെ, ഇവരെല്ലാവരും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്. ഫക്സുഹും, ഇവർക്ക് വസ്ത്രം നൽകണേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാ, പടച്ചവനെ, വിശക്കുന്ന വയറിൻ്റെ ഉടമസ്ഥന്മാരാണ്. ഫഷ്ബിഹും, അവർക്ക് വയറ് നിറക്കണേ. ശത്രുക്കൾ മുന്നിൽ പാരാവാരം പോലുള്ള ശത്രുക്കൾ സർവ്വവിധ യുദ്ധ സാമഗ്രികളോടുകൂടി കാത്തിരിക്കുന്നു. മറുഭാഗത്ത് ചെറിയ കൊച്ചു സംഘം അല്ലേ? അള്ളാഹുവിൻ്റെ റസൂല് ആ മരുഭൂമിയിൽ സഹായത്തിന് ആരുമില്ലാത്ത സന്ദർഭം, വളരെ പ്രയാസപ്പെട്ട സന്ദർഭം, ഒരായുധം പോലും കൈവശമില്ല, നിരായുധരാണ്. മറുഭാഗത്ത് എല്ലാ ആയുധങ്ങളുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് വിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. മുഹമ്മദ് നബി ചെയ്തത് ഇസ്തിഗാസ ചെയ്തു. ഹൃദയത്തിൻ്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. 1000ഓളം വരുന്ന മലക്കുകളെ മനുഷ്യരൂപത്തിൽ അള്ളാഹു ബദറിൻ്റെ രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് സഹായമായി ഇറക്കി കൊടുത്തു. അറിയില്ലേ? ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. യാതൊരു രക്ഷയില്ല. നമ്മൾ പോയാലും ഊകും തന്നെ. വീണയിൽ ഇപ്പം എന്താക്കാനാ? വീണയിൽ എന്തെങ്കിലും കാട്ടണം. അപ്പം പറഞ്ഞെന്നാൽ കയറ്റിക്കളി. അങ്ങനെയാണല്ലോ. അതിനിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരാളങ്ങോട്ട് വീണു ആയാൽ ഒരാൾക്ക് ഇങ്ങോട്ട് കയറ്റാം അല്ലേ? ആരും കാണുന്നില്ല. നാം മുങ്ങി മരിച്ചോട്ടെ, അതിനിപ്പോൾ എന്താ വേണം? ഷഹീദിൻ്റെ കൂലിയും കിട്ടുമല്ലോ എന്നൊക്കെ നല്ല ആൾക്ക് പറഞ്ഞു കൊടുത്തു. യാതൊരു രക്ഷയില്ല, അതിശക്തമായിട്ട്. അപ്പം എന്താ ലക്ഷ്യം എന്ന് വെച്ചാൽ സ്വാർത്ഥ താല്പര്യം വന്നു കഴിഞ്ഞു. എന്താ
പ്രസിഡന്റ് സ്ഥാനത്തിന് TP ഒരു ബൈപ്പാസിന് പോയി. AP അബ്ദുൽ ഖാദർ മൗലവി വന്നിരിക്കുന്നു. ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിയർപ്പും ഓരോ ശ്വാസവും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി വിടുമ്പോൾ ആരുമില്ലായിരുന്നു. ഈ കാണുന്ന മനുഷ്യ സഞ്ചയത്തെ കണ്ടുകൊണ്ട് AP അബ്ദുൽ ഖാദർ മൗലവി അവസാനത്തെ നിമിഷവും കാത്തു കിടക്കുകയാണ്. പക്ഷേ അവർ വിചാരിച്ച സമയത്തൊന്നും അള്ളാഹു കൊണ്ടുപോയില്ല. അതിൻ്റെ പ്രയാസത്താൽ അവർ വേറൊന്നുണ്ടാക്കി. ഇപ്പം അവർ കഷ്ടത്തിലായി, അല്ല വിഷ്ടത്തിലായി. രണ്ടും ഒന്ന് തന്നെയാണ്. വിഷ്ടത്തിലായാലും കഷ്ടത്തിലായാലും രണ്ടും ഒന്നാണ്. ഇപ്പം കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പം ആരെ താങ്ങണം എന്നുള്ള ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹുവിലും പരലോകത്തിലും വല്ല ഈമാനും നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ഇത് തിരുത്തേണ്ടതുണ്ട്. എന്താ അറിയോ, മായൻകുട്ടി സുല്ലമി പറയാ ക്ലിപ്പിൻ്റെ കാലമാണ്. അള്ളാൻ്റെ ക്യാമറനെ നമുക്ക് പേടിക്കണ്ട. മനസ്സിലായില്ല? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് അറിയാതെ ഒരു അക്ഷരം ഉരിയാടാൻ സാധ്യമല്ല. അങ്ങനെയാണല്ലോ. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളെ നായിക്കാട്ടാക്കി ഒരാളെ ആനക്കാട്ടും ആക്കിയല്ലോ. അപ്പം AP ആനക്കാട്ടാക്കി എന്ന് പറഞ്ഞിട്ട് നാളെ പറയുന്ന മനസ്സിലേ? അത് മുമ്പ് പേരോട് എന്നോട് ചോദിച്ചു, മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം. മരിച്ചവരോട് എന്ന് അഹദെന്ന് പറഞ്ഞാൽ പേരോടിൻ്റെ ചോദ്യം. അഹദെന്ന് പറഞ്ഞാൽ മരിച്ചവർ വിടോ, ജീവിക്കുന്നവർ വിടോ, അമ്പിയാക്കന്മാർ വിടോ, ഔലിയാക്കന്മാർ വിടോ, കറാമത്തുള്ളവർ വിടോ, മുജിദത്തുള്ളവർ വിടോ. ഇതെല്ലാം കൂടി ചോദിച്ച് അവസാനത്ത് കേട്ടോല് പെട്ട്. ആരാ പെട്ട് വെച്ചാൽ അതുപോലെ ഇത്തരം ക്ലിപ്പുകൾ അതൊക്കെ അവർ ചെയ്യും. കാരണം ഇതാ ഹാസമ ഫജറ. നമ്മളെന്താ പറയുന്നത് വെച്ചാൽ, അതുപോലും ചാടിക്കിടക്കാൻ ഭയപ്പെടണം. AP ആനയോട് അതിൻ്റെ ഒജുഹിഷിബ് അതല്ല, മുഷബ്ബവും മുഷബ്ബിഹിം ഒജുഹിഷിബും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒജുഹിഷിബ് ഏതാണെന്നറിയാം. അതുകൊണ്ട് AP അബ്ദുൽ ഖാദർ മൗലവിയെ ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ഉന്നതമായ ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ കാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ കൂടി കഴിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി? അദ്ദേഹം കാഷ്ടിച്ച് വെച്ചോടത്തേക്ക് പോലും ഞാനും ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞവർക്ക് പോകാൻ കഴിയില്ല. ആ കാഷ്ടത്തെ പോലും പേടിക്കണം. കാരണം അതിൽ പോലും തൗഹീദ് ഉണ്ടാവും, ജിന്നുണ്ടാവില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ വിഷയം ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ വളരെ രസകരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരോട് വളരെ മനോഹരമായി പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവസാനം അവർ പോയി. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം കാരണങ്ങളാൽ അനൈക്യമുണ്ടാക്കാൻ കഴിയുമോ ആ നിലക്കൊക്കെ അനൈക്യമുണ്ടാക്കിയ ആളുകളെ പിടിച്ചു നിർത്തുന്ന വിശുദ്ധ ഖുർആന്റെ ഒരു വചനം, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാ വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ. അറബികൾ പറഞ്ഞാൽ സാധാരണ ഇപ്പം ഈ പറഞ്ഞ ഖുർആന്റെ പാർശ്വം പിടിച്ച് തൗഹീദിനെ പിടിച്ച് നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, ഒരിക്കലും ഭിന്നിക്കരുത് കൽപ്പന എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, മദീന നിവാസികളായ ഔസ്, ഖദ്റജ് ഇവരൊക്കെ അറബ് ഗോത്രങ്ങളാണ്. നിസ്സാരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അറബിയുടെ ഒട്ടകം മറ്റേ അറബിയുടെ ഒട്ടകത്തിന് തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ മതി. അത് മതി കൊല്ലങ്ങളോളം യുദ്ധം ചെയ്യാൻ. വേറെ പ്രത്യേക കാരണമൊന്നും വേണ്ട. അത്ര ശത്രുക്കളായിരുന്നു അവർ. അങ്ങനെ ജീവിച്ചിരുന്നത്. പടച്ച തമ്പുരാൻ പറയുന്നു, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാ. നിങ്ങൾ പരസ്പരം വൈരികളായി ജീവിച്ചപ്പോൾ പടച്ച തമ്പുരാൻ നിങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ഒന്നിപ്പിച്ചത് നിങ്ങൾ ഓർക്കണം. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ അലന്നാർ. നിങ്ങൾ ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും നരകത്തിൻ്റെ തെമ്പത്ത് നിൽക്കുന്നിടത്തുനിന്ന് നിങ്ങളെ രക്ഷിച്ചത് നിങ്ങൾ ഓർക്കണം. ഫഅൻഖദകും മിൻഹാ. അതിൽ നിന്നെല്ലാം അല്ലാഹു നിങ്ങളെ രക്ഷിച്ചു. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. ഇപ്രകാരം പടച്ച തമ്പുരാൻ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ്, നിങ്ങൾ സന്മാർഗികളാകാൻ വേണ്ടി. അതുകൊണ്ട് വഴക്കടിക്കാൻ പാടില്ല. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല. അല്ലാഹു റസൂൽ പറഞ്ഞാൽ പിന്നെ വലാ തനാസൗ, പരസ്പരം വഴക്കടിക്കരുത്. അടിച്ചാൽ ഫതഫ്സലു വതദ്ഹബു റീഹക്കും, നിങ്ങൾ ഭീരുക്കളായി മാറും, നിങ്ങളുടെ വീര്യം നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടില്ലേ? ഇഞ്ഞങ്ങട്ടാ നഷ്ടപ്പെടാൻ
ഖുർആനും ഹദീസും നിങ്ങളാണ് മാറ്റി വെച്ചിട്ട് ലൈഫായ ഹദീസിന്റെ പിന്നാലെ പോയപ്പോൾ സുന്നി മുസ്ലിയാക്കന്മാർ നിന്ന് ഹാലളകാണ്. എന്താ പറയുന്നറിയോ? മുഹീദ്ദീൻ ഷേഖേ ഹാലിറു ഹാലിറു ഈ മജ്ലിസിൽ ഹാലിറു. അതാ പറഞ്ഞോല്, ഹാലിറാക്കിയിട്ട് മരിച്ചുപോയ ഷെയ്ഖിനെ ഹാലിറാക്കിയിട്ട് ഞങ്ങൾക്കറിയാം മുഹീദ്ദീൻ ഷേഖിന് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ജിന്നിന് കൊടുത്ത കഴിവ് നിങ്ങളും കണ്ടിട്ടില്ല, മൊയ്തീൻ ഷേഖിന് കൊടുത്ത കഴിവ് നമ്മളും കണ്ടിട്ടില്ല. പണ്ടുവിട്ട് ഒരുപോലെ കാണാത്തോലായി. എന്താ നിങ്ങൾ പറഞ്ഞല്ലോ കൊടുത്തുകണെന്ന്, അത് കൊടുത്തുകളുണ്ട് കൊടുക്കുന്നത് കണ്ടിന്യോ? മൊയ്തീൻ ഷേഖിന് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഹാലിറാക്കിയിട്ട് ഞങ്ങൾ ചോദിച്ചാൽ അത് തെറ്റാകുമോ എന്ന് ചോദിച്ചിട്ട് പോലും നമ്മളോട് മുമ്പ് ഇങ്ങനൊക്കെ ചെയ്ത ആൾക്കാരെ ഷിറുക്കാണത് ഷിറുക്കാണതെന്ന് പറഞ്ഞ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഒരു ഹറാമായിട്ട് വന്നിക്കുക. കുറേ കുട്ടികളുണ്ട് ഒരു യൂണിഫോം ഒലുക്ക്, ഒരു പ്രത്യേക കുപ്പായ, കമീസാണെങ്കിലും നിങ്ങളെ കൂടാൻ പാടില്ല, കമീസിലും നിങ്ങളെ കൂടാൻ പാടില്ല എന്നാ. നബിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു നയാ പൈസ ഗതിയില്ലാത്ത ബലിജാതി കുപ്പായിട്ട് നടക്കൂല. ചിന്തിച്ചാൽ അറിയാലോ, കഴുത്തു കൂടെ കെട്ടി രണ്ടും കൂടി ഒന്നേ കുപ്പായും തുണിയും കൂടി ഒന്നേ ഓൽക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ബലമായുള്ള വലിയ ജുബയും 10 അവിടെ നിന്നാൽ 250 കൂനലുണ്ടാവും. കാരണം ഇസ്ലാമിൻ്റെ അതും കൂടി ഒരു കാര്യം ഓർക്കണം. ഖുർആനും ഹദീസും പ്രചരിപ്പിക്കാൻ നാളിതുവരെ ഒന്ന് കുമ്പിടുക പോലും ചെയ്യാത്ത, ഒരു വാൾ പോസ്റ്റ് പോലും ഒട്ടിക്കാത്ത എത്ര ചെറുപ്പക്കാരാണ് പോലും ഇതിന് റെഡിയാക്കി വെച്ചത്. നിങ്ങൾ അത്ഭുതം തോന്നിപ്പോവും. ചെറുപ്പക്കാർ കുട്ടികൾ അവരെല്ലാം ഉള്ളത് നെറ്റിലാണ്. നെറ്റ് എന്താ വല, ഓൽക്ക് ദീനുണ്ടാക്കുന്ന നെറ്റെന്നാ, കിതാബ് എന്നല്ല കേട്ടോ. ഉണ്ടല്ലോ ഷെയ്ഖ് ഹുസൈമി പറഞ്ഞിരിക്കണല്ലോ. ആരൊക്കെ ഏതാളാണോ ഏതെങ്കിലും ഒരു വാറവല കഷ്ണവുമായി ബന്ധപ്പെടുന്ന അവരെ ഉയർത്തി കാട്ടി ഇകഴ്ത്തുകയാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും നിങ്ങൾ വഴക്കടിക്കരുത്. ഖുർആനും തിരു സുന്നത്തുമാണ് നമ്മളുടെ പ്രമാണം. അത് വെച്ച് സംസാരിച്ച് തീർക്കണം നിങ്ങൾ. അതുവരെ ഇങ്ങനെ പറഞ്ഞവരാണ് ഇപ്പൊ പെട്ടെന്ന് മാറ്റിയത്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനോഹരമായ പ്രസംഗങ്ങൾ, മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമ, ഉന്നതമായ പാട്ടിൻ്റെ ശൈലിയിൽ പ്രസംഗിക്കുന്ന വ്യക്തി. ഒരുപാട് ആളുകൾക്ക് തൗഹീദിൻ്റെ വെള്ളി വെളിച്ചം അദ്ദേഹത്തിൻ്റെ നാവിലൂടെ നിമിത്തമായിട്ടുണ്ട് എന്ന് സത്യം തന്നെയാണ്. പക്ഷേ അവസാനം അതിൽ നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? തവഫനി മുസ്ലിമാനാ, മുസ്ലിമാക്കി മരിപ്പിക്കണനാ. നടക്കുമ്പോൾ ഇങ്ങനെ മുസ്ലിമാന്ന് അറിഞ്ഞ് നടന്ന അവസാനം എന്തായി? നേരെ മറിച്ച് അബൂ താലിബ് പോലും എന്താ പറഞ്ഞറിയോ? അബൂ താലിബ് ഈ തൗഹീദിന്റെ നേരെ നടത്തിയത് മരണത്തിൻ്റെ സമയത്ത് എല്ലാവരും വന്നിട്ട് പറഞ്ഞു, നബിയും പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരൊറ്റ കലിമത്ത് പറഞ്ഞാൽ മതി, ഞാൻ പരലോകത്ത് പറഞ്ഞു നോക്കാം, ഒറ്റ കലിമത്ത് മതി. അബൂലഹബും മറ്റു കൂട്ടരും അബൂജാഹിൽ കൂട്ടരൊക്കെ ഉണ്ട് അപ്പുറത്ത്. ഓല് പറയുന്നുണ്ട് പറ്റില്ല. അവർ അപ്പുറത്തും ശക്തിയായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നു. നബി ഇവിടെ കാലുയിഞ്ഞുകൊണ്ട് നബിയും പറയുന്നു, സമ്മതിച്ചില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ ലൗലൽ മലാമതു ഔ ഹിദാറു മസബത്തിൻ ലവജതനി സംഹം ബിദാക മുബീനാ. മുഹമ്മദേ, ലോകത്ത് വന്ന മതങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ മതം തൗഹീദ്, നീ കൊണ്ടുവന്ന തൗഹീദാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പ്രായം ചെന്ന സമയത്ത് മുശ്രിക്കുകളുടെ നേതാവായി നിന്നിട്ട് അവരെന്നെ പഴിക്കുന്നതിനെ, അവരെന്നെ ചീത്ത വിളിക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നില്ലെങ്കിൽ ലവജതനി സംഹം ബിദാക മുബീനാ, ഏറ്റവും പരിശുദ്ധവും ഏറ്റവും ഹൃജുവുമായ നിന്റെ മതത്തിൽ നിനക്കെന്നെ കാണാമായിരുന്നു. അത്രത്തോളം പോലും സന്മാർഗം കിട്ടാതെ പോവുകയാണ് മനുഷ്യന്മാർക്ക്. അത്ഭുതം തോന്നുകയാണ്. ഞാൻ സങ്കടത്തോടു കൂടിയാണ് ഈ കാര്യം പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിൻ്റെ വെള്ളി വെളിച്ചം ഒരു കാരണവശാലും ഊതിക്കെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്
വളരെ കൃത്യമായ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ നിലക്ക് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമ്മൾ അകന്നു പോയാൽ നമ്മളുടെ വീര്യം നഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫിർഖത്തു അദാബ്. നമ്മൾ ഐക്യം, അത് സംഘടിതമായ നിപ്പുണ്ടല്ലോ, സംഘടന, അത് റഹ്മത്താണ്, കാരുണ്യമാണ്. വൽ ഫിർഖത്തു അദാബ്, അനൈക്യം ശിക്ഷയാണ് കേട്ടോ. ശ്രദ്ധിക്കണം, എവിടെയും അനൈക്യം ഉണ്ടാക്കാൻ സമ്മതിക്കരുത്. അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും നിങ്ങൾ അതിനെ കൃത്യമായ രൂപത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത് ഉലൈക ലഹും അദാബുൻ അലീം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ പോലെ, വേദഗ്രന്ഥത്തിന്റെ അനുയായികളെ പോലെ നിങ്ങൾ ഭിന്നിക്കരുത് ട്ടോ. ഈ ഖുർആനും തിരുസുന്നത്തും സ്വീകരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത്. വലാ തകൂനു, നിങ്ങൾ ആയിത്തീരരുത് കല്ലദീന തഫറഖു, പരസ്പരം ഭിന്നിച്ചു പോയവരെ പോലെ കേട്ടോ, നിങ്ങളാവരുത്. അല്ലാഹു വ്യക്തമായ തെളിവുകൾ വന്ന ശേഷം ജൂത ക്രൈസ്തവ വിഭാഗം ആളുകൾക്ക് തെളിവുകളില്ലാത്തതുകൊണ്ട് ഭിന്നിച്ചതല്ല, പിന്നെന്താ, ബഗിയം ബൈനഹും, അവർക്കിടയിലുള്ള സ്പർദ്ധയാണ് അവരെ പരസ്പരം അകറ്റിയത്. അതുപോലെ നിങ്ങൾ ആവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പണ്ഡിതന്മാരുടെ നേരെ നടത്തുന്നത് അതിശക്തമായ പ്രയോഗമാണ്. ഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദന നിറഞ്ഞ ശിക്ഷയുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ശിക്ഷ വാങ്ങാൻ നമ്മൾക്കിടവരരുത്. നമ്മളെല്ലാവരും ഐക്യത്തോടെ പോണം. മാർഗമെന്ത്? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ വഅന റബ്ബുക്കും ഫത്തഖൂൻ. വിവിധ ആയത്തുകളിൽ അല്ലാഹു വിശദീകരിച്ചു. മനുഷ്യരെ, നിങ്ങൾ ഒരേ ഒരു ഒറ്റ സമൂഹമാണ്, അനൈക്യമില്ലാത്ത. എന്ത് വേണം? ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് എന്ന് പൂർണ്ണമായും റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ വസിഫാത്തും അള്ളാഹ്ക്ക് വകവെച്ചു കൊടുത്താൽ നിങ്ങൾ ഒറ്റ സമൂഹമാണ്. എല്ലാ സംഘടനയും നിങ്ങൾ കീറി മുറിച്ച് നോക്ക്, എവിടെയാണ് അനൈക്യമുള്ളതെന്ന് കേട്ടോ. ശ്രദ്ധിക്കുക. സമയം വല്ലാതെ കടന്നുപോയി. എൻ്റെ സമയത്തിൻ്റെ ഒരല്പം പോലും കാര്യം എനിക്ക് പറയാൻ സമയം ഉണ്ടായിട്ടില്ല. അതിനിടയിൽ ഞാൻ എവിടെയെങ്കിലും ഒരു അപാകതയായിട്ട് എന്തെങ്കിലും ശബ്ദമോ അല്ലെങ്കിൽ ഒരു വാക്കോ ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. പരമാവധി വിഷയത്തോട് നീതി പുലർത്താനാണ് ശ്രമിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ അറിയില്ല, അവിടെ നിൽക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ ഞാൻ പരമാവധി നീതി പുലർത്തുകയാണോ അതോ അല്ലേ. ഏതായിരുന്നാലും സലഫുസ്സാലിഹികളായ ആളുകൾ മുഴുവനും, പണ്ഡിതന്മാർ മുഴുവനും, പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ മുഴുവനും പറയുന്നത് ഇത്തിബാഉ കിതാബുല്ലാഹി സുബ്ഹാനഹു വ തആല വ സുന്നത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി ഖളിയ. എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിങ്ങൾ പിൻപറ്റുക. അനൈക്യമില്ലാതിരിക്കാൻ വഅദമു റദ്ദി ശൈഇൻ മിൻഹാ, ഖുർആനിലും ഹദീസിലും സഹീഹായി വന്ന ഒരു കാര്യത്തെയും നിങ്ങൾ തള്ളാതിരിക്കുക. ഔ തഅ്വീലിഹി, അല്ലെങ്കിൽ സ്വന്തമായി വ്യാഖ്യാനിക്കാതിരിക്കുക. ഇത് നിങ്ങൾ ചെയ്യണം. സ്വന്തമായി ഖുർആനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കരുത്, അപ്പം പിളർന്നു പോകും കേട്ടോ. അൽ ഇൽതിസാമു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലുള്ളാഹി വസലഫുന സാലിഹീൻ ഫഹ്മു നുസൂസിൽ ഖുർആനി വസുന്ന. പൂർവികരായ പണ്ഡിതന്മാരും സഹാബിമാരും വിശുദ്ധ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. പുതിയ പുതിയ അർത്ഥം കൊണ്ടുവരില്ല. ഓരോരോ പദത്തിന് അതിൻ്റെ അർത്ഥം ഉണ്ടോന്നല്ല. ഇപ്പോൾ ഖുർആനിൽ യൂസുഫ് നബീനെ എടുക്കാൻ വേണ്ടി വന്ന ആ കച്ചവട സംഘത്തെ പറ്റി പറയുന്നത് വജാഅത്ത് സയ്യാറത്തുന്ന, ഒരു കാറ് വന്നു എന്നാണോ അർത്ഥം? അല്ല. സയ്യാറത്ത് എന്ന വാക്കിന് അങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മനസ്സിലാക്കിയതല്ല. ജമാഅത്തു മിന തുജാർ, ഒരു കച്ചവട സംഘം വന്നു എന്നാണ് കേട്ടോ. അവിടെ അല്ലാതെ നിങ്ങൾ കാറ് എന്ന അർത്ഥം പറയാൻ പാടില്ല. നമുക്ക് തോന്നിയതുപോലെ അർത്ഥം പറയാൻ പാടില്ല. ഇപ്പൊ നിസ്കരിക്കാണ്ടൊക്കാൻ സൂഫികളാണെന്ന് പറഞ്ഞ് നടക്കണവർ എന്ത് ചെയ്യുന്നറിയോ? ഒരൊറ്റ ആയത്താ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. അള്ളാഹ് ഉണ്ട് എന്ന് ഉറപ്പാകുന്നത് വരെ അള്ളാഹിനെ ആരാധിച്ചാൽ മതി, നിസ്കാരം അതുവരെ മദീന. ഉറപ്പായാൽ പിന്നെ നിസ്കരിക്കും. അതാണ് ഈ തെരീക്കത്തേര് സൂഫിയാക്കളൊക്കെ അല്ലേ ഒലകന ഓതുന്ന ആയത്താ അത്, വഅബ്ദു റബ്ബക ഹത്താ. അങ്ങനെയാണോ സഹാബത്ത് നബി പഠിപ്പിച്ചത്? അതോ നബി അങ്ങനെയാണോ ചെയ്തത്? പരിശോധിക്കണം. നബിയുടെ അവസാനത്തെ നിമിഷം പോലും രണ്ട് പേരുടെ ചുമലിൽ വേച്ച് വന്ന് നമസ്കരിച്ച ഹദീസ് നമുക്കറിയാം, വിശദീകരിക്കേണ്ടതില്ല അല്ലേ. അപ്പം അതല്ല ശരി ആണോ? ഇനി ഇയ്യാക്കാൻ അഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, വിഷയമൊക്കെ പരിശോധിക്കേണ്ടത് ഖുർആനും ഹദീസും അല്ലേ. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അടിമവൃത്തി എന്നർത്ഥം ഇബാദത്തിന് അല്ലേ, അവിടെ അർത്ഥം പറഞ്ഞു. പറ്റില്ല. കാരണം അത് ഫഹ്മുൻ നുസൂസ്, ഖുർആനിൻ്റെ നെസ് മനസ്സിലാക്കിയല്ലോ, അതിനെതിരാണ്. ആര് മനസ്സിലാക്കി?
അത് മനസ്സിലാക്കിയത് ഫഹും മിൻ നസൂസുൽ ഖുർആൻ സലഫുൻ സാലിഹീൻ വഅസ്ഹാബുനാ സല്ലല്ലാഹു അലൈഹി നബിയുടെ സഹാബിത്വം സലഫികളും മനസ്സിലാക്കിയതിനെതിരാണത്. കാരണം നബിക്ക് അടിമയുണ്ടായിരുന്നു. അടിമയുണ്ടായാൽ ഇസ്ലാമിൻ്റെ പരിധിക്ക് പുറത്തു പോകുന്ന കാര്യമാണ്, ശിർക്കാകും, ഇബാദത്തിനെതിരാണ് എങ്കിൽ നബിക്ക് അടിമയുണ്ടായിരുന്നു, സഹാബത്തിന് അടിമയുണ്ടായിരുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ അടിമയായിരുന്നു. ആ ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ അടിമയായിക്കൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഓതിയിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമുക്ക് തോന്നിയ പോലെ അർത്ഥം പറയല്ല, പറയുന്നതിന് കണക്ക് വേണം. മനസ്സിലായോ? നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അള്ളാഹു തോന്നുന്നുണ്ട് എന്ന് പറയാൻ ചിലവർ പറയുന്നതാ. നെഹ്നു എന്ന് പറഞ്ഞാൽ 2 കൂടുതൽ ആളുണ്ടാവണമെന്നാണ്. അങ്ങനെയാണോ നബി പഠിപ്പിച്ചത്? അതാണ് പരിശോധിക്കേണ്ടത്. മനസ്സിലായി? അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മളുടെ കാര്യം കൃത്യമായ രൂപത്തിലേക്ക് എത്തിച്ചേരുക. അതല്ലാണ്ട് ഏതെങ്കിലും ഒരു ആരെങ്കിലും മനസ്സിലാക്കി, ആരെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു എന്നല്ല. നമ്മൾ അറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയ ഏതാ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അതേതാണ്? അൽ ഖുറൂനുൽ മഷ്ഹൂദ് ലഹ അൽ ഖൈരിയ. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയതാണ്. ആദ്യത്തെ നൂറ്റാണ്ട് എൻ്റേത്, ഞാൻ ജീവിച്ചത്, പിന്നെ അതിനോട് അടുത്ത് താബിയു അല്ലേ? ആ നൂറ്റാണ്ടിൽ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്തത്, പ്രവർത്തിച്ചത്, ആ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കണം. എങ്കിൽ നമ്മളുടെ അനൈക്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. എവിടെയെങ്കിലും അനൈക്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ അനൈക്യത്തെ വിശുദ്ധ ഖുർആൻ കൊണ്ട് തിരു സുന്നത്തിൻ്റെ മാർജിനിലും വെച്ച് പരിശോധിച്ച് എല്ലാ അനൈക്യങ്ങളും ഒഴിവാക്കുക, ഒറ്റക്കെട്ടായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നുപോയ ഓരോ വ്യക്തികൾക്കും തൗഹീദിനോടും തിരു സുന്നത്തിനോടും ഖുർആനിനോടും ഹദീസിനോടും പ്രതിബദ്ധതയുണ്ടായിക്കൊണ്ട് തിരിച്ചു വരാൻ അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ തൗഹീദിൻ്റെയും ഖുർആൻ്റെയും ഹദീസിൻ്റെയും പ്രചാരകരായി ഈ മുറ്റത്ത് നിന്ന് തന്നെ അവസാനത്തെ ശ്വാസമെടുത്ത് മരിച്ചു പിരിയാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.